നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ പുതിയൊരു അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? അതായത് രാവിലെ ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പ് തന്ന് താഴേക്ക് ഒരു പുൾ ബാക്ക് കാണിച്ച് അവിടെ നിന്ന് റിവേഴ്സ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇന്ന് കണ്ടിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾക്ക് പേഴ്സണലി നിഫ്റ്റിയിൽ ഒരു ട്രേഡ്സ് ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് ഒരു റിവേഴ്സൽ പ്ലാൻ ഒരു ട്രേഡ്സ് ആയിട്ട് പ്ലാൻ ചെയ്തത്. അത് നല്ലൊരു ടാർഗറ്റ് ഹിറ്റ് ആയിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, ആ ട്രേഡ്സിന്റെ ലോജിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എക്സ്പെക്റ്റഡ് ആയിരുന്നു, പക്ഷേ എക്സ്പെക്റ്റഡിനേക്കാളും മുകളിലായിരുന്നു ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മുകളിലേക്ക് ഒരു വൺ ഡയറക്ഷൻ മൂവ് ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെ ഇവിടുന്ന് ഒരു അപ്സൈഡിലേക്ക് ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ നല്ലൊരു ടാർഗറ്റ്സ് കിട്ടിയിട്ട് അവർ എക്സിറ്റ് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇവിടെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി അതിനുശേഷം നല്ലൊരു പുൾ ബാക്ക് കിട്ടി. ഓൾമോസ്റ്റ് ആ ഡേ ഈ ഒരു ഡോ ഹൈയുടെ അടുത്ത് തന്നെ വന്നിട്ട് അവർ ഈ ലെവൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് റിവേഴ്സൽ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് കണ്ടത്. അതേപോലെ നിങ്ങളൊരു സ്മോളർ ടൈം ഫ്രെയിം ഇട്ട് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിന് ഒരു സ്മോളർ ടൈം ഫ്രെയിം ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആയിട്ട് വരുന്നത് കാണാൻ കഴിയും. ഈ ലെവലിന് ഒരു ബ്രേക്കിംഗ് ലെവൽ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഒരു അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്തത്. അത് ഞങ്ങൾക്ക് നല്ലൊരു ടാർഗറ്റ് തന്നെ ഹിറ്റ് ആയിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നാളെ നിഫ്റ്റിയിലെ പോസിബിൾ വ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സിറ്റുവേഷൻ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. അപ്പൊ മാർക്കറ്റ് നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തരികയാണെങ്കിൽ ഈ ഒരു റേഞ്ചിന് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഏതെങ്കിലും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തരികയാണെങ്കിൽ ആ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ബൈങ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അതിന്റെ ടാർഗറ്റ് ഞങ്ങൾക്ക് ഏകദേശം 22,430 എന്ന ലെവലൊക്കെ ഞങ്ങൾക്ക് ടാർഗറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരു നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് വീണ്ടും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 22,500 എന്ന സെക്കൻഡ് ലെവൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അഥവാ നാളെ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നിട്ട് താഴേക്കാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 22,300 എന്ന ലെവൽ പ്രോപ്പറായി സസ്റ്റെയിൻ ചെയ്തതിന് താഴേക്ക് സസ്റ്റെയിൻ ചെയ്തത് മാത്രം ഞങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ, പക്ഷേ എന്നാൽ ആ ഒരു എൻട്രി കുറച്ചുകൂടി റിസ്ക് ആയിരിക്കും. നിങ്ങളൊരു സേഫ് എൻട്രി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് 22,250 താഴെ 260 താഴെയൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷെ അവിടെ ഞങ്ങൾക്ക് പ്രോപ്പറായി സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങളൊരു എൻട്രിക്ക് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു 22,260 താഴെ ഞങ്ങൾക്കൊരു പ്രോപ്പറായി ബ്രേക്ക് ഡൗൺ തന്ന് അവിടെ ഒരു ബെയറിഷ് കാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ താഴേക്ക് എയിം ചെയ്യാം. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 22,200 വരെ ഞങ്ങൾക്ക് ടാർഗറ്റ് എയിം ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അഥവാ നാളെ മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ഈ ഒരു ലെവലിലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ അവിടെ പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞങ്ങൾക്ക് ആ ഒരു ഇന്നത്തെ ഒരു ക്ലോസിംഗ് ആ ഒരു റേഞ്ചിൽ ഒന്ന് പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ഒരു റേഞ്ചിൽ ഞങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് ഇവിടെ ഒരു ഏതെങ്കിലും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ബൈ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. അതവിടെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും 22,425 എന്ന ലെവലിൽ. അതുകൂടെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യം മുകളിലേക്ക് തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഈ ഒരു ഗ്യാപ്പ് ഞങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഇവിടുന്ന് മുകളിലേക്ക് നല്ലൊരു ടാർഗറ്റ് നമുക്ക് എയിം ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ നാളെ നിഫ്റ്റിയുടെ പോസിബിൾ വ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റിൽ അറിയിക്കാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ പോസിബിൾ വ്യൂസ് കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് സെയിം ആയിട്ടുള്ള ഇവിടുന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു വൺ ഡയറക്ഷൻ മൂവ് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു കറക്ഷൻ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പുൾ ബാക്ക് ഇവിടെ നല്ല രീതിക്ക് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു മൂവ്മെന്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം ബുള്ളിഷ് ആണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു 48,145 ആ ഒരു റേഞ്ചാണ് ഞങ്ങൾക്ക് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് വരുന്നത്. ഇതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മുകളിലേക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നാളെ അഥവാ ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് ഇവിടെ തന്നെ ഒരു സസ്റ്റെയിൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് ക്യാൻഡിലേക്ക് ഞങ്ങൾക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് മുകളിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഞങ്ങൾക്ക് ടാർഗറ്റ് വരുന്നത് 48,150 ആണ്. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ ഇതൊരു റിസ്കി ട്രേഡ് ആവാൻ എനിക്ക് ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഒരു നിങ്ങൾ സേഫ് പ്ലെയർ ആണെങ്കിൽ ഈ 48,150 ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. അത് ഞങ്ങൾക്ക് ഇതിന് ഒരു ലെവലിൽ മാത്രം നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ഔട്ടിന് ശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ് 22,450 എന്ന ലെവലായിരിക്കും. അതേപോലെ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 48,500 എന്ന ലെവലായിരിക്കും, 550 എന്ന ലെവലായിരിക്കും. ഇനി അഥവാ ബാങ്ക് നിഫ്റ്റി നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ സ്ലൈറ്റ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഞങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതായത് ഓൾമോസ്റ്റ് 48,750 എന്ന ലെവൽ ബ്രേക്ക് ഡൗൺ തരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതിന് താഴെയായിരിക്കും നമുക്ക് പ്രോപ്പർ ഒരു ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നത്. അവിടെ നമുക്ക് പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്ത് താഴെ ഒരു നല്ലൊരു ബെയറിഷ് കാൻഡിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരുന്ന ഓൾമോസ്റ്റ് 47,640 എന്ന ലെവലായിരിക്കും. അതിലും താഴെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് വീണ്ടും ഒരു മൂവ്മെന്റ് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് 48,450 എന്ന ലെവലൊക്കെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ കഴിയുന്നതാണ്.
ഇനി അഥവാ നാളെ ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ആണ് ഞങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുന്നതെങ്കിൽ ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. അത് ഓൾമോസ്റ്റ് ഒരു 14,150 ലെവലിൽ നിയർ ഒക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ബ്രേക്ക് ഔട്ടിന് ശേഷം ഞങ്ങൾ മുന്നേ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് മുകളിലേക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞാണ്. ഇനി അതിൽ നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഞങ്ങൾക്ക് കാണുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇന്നത്തെ ക്ലോസിംഗ് ആ റേഞ്ച് ഞങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് ഒരു ബുള്ളിഷ് കാൻഡിലായിട്ട് ഫോം ചെയ്യാണ് ഞങ്ങൾക്ക് മുകളിലേക്ക് എയിം ചെയ്യാം. ഇനി അതല്ല ഇവിടുന്ന് വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇന്നത്തെ ഈ ഒരു ലെവൽ, അതായത് 47,780 എന്ന ലെവലൊക്കെ നമുക്ക് ടാർഗറ്റായി എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലെ വ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നാണ് നിങ്ങൾ തീർച്ചയായും താഴെ കമന്റിൽ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.